സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ. സ്കൂൾ കാലഘട്ടത്തിലെ കലോത്സവ വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന ഒരു കലാകാരിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. പേര് മാളവിക, കൊല്ലം സ്വദേശിനിയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ മാളവികയോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ആ സമയത്തെ കലോത്സവ വേദികളിലെ ഓർമ്മകളൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ ഏകദേശം 12 വർഷത്തോളം കലോത്സവത്തിൽ 1ാം ക്ലാസ് മുതൽ 12th വരെയും കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ആദ്യം നാടോടി നൃത്തത്തിലാണ് 1ാം ക്ലാസ്സിൽ തുടങ്ങുന്നത്. അതിനുശേഷം മ്യൂസിക്, അതായത് പ്രധാനമായിട്ടും ലളിതഗാനം, ശാസ്ത്രീയ സംഗീതം, മോണോ ആക്ട്, ഇതൊക്കെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഐറ്റംസ്. അതുപോലെ തന്നെ 8ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെ 5 വർഷം സ്റ്റേറ്റ് കലോത്സവത്തിൽ വിന്നറാവാൻ പറ്റിയിട്ടുണ്ട്. ഗസലിന് 1ാം സ്ഥാനം എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇത്രയും ഒരു 8 വർഷത്തിന് ശേഷമാണ് പിന്നെ കലോത്സവ വേദിയിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെയും ഈ കലോത്സവം കാണുമ്പോൾ പഴയ മെമ്മറീസാണ്. നമ്മൾ പങ്കെടുത്ത സമയവും നമ്മുടെ സ്കൂളും ഫ്രണ്ട്സും ടീച്ചേഴ്സും അതൊക്കെയാണ് മൈൻഡിലേക്ക് വരുന്നത്. ഒരുപാട് സന്തോഷം തിരിച്ച് പിന്നെയും ഇവിടേക്ക് വരാൻ സാധിച്ചത്. അതെ 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 അന്നത്തെ മെമ്മറീസാണ്. അതെ ഡോക്ടറാണ്. ഞാൻ മെഡിസിൻ കഴിഞ്ഞു. ഇപ്പോൾ മ്യൂസിക് തെറാപ്പിയുടെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ സംഗീതഭൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ മ്യൂസിക് പാഷൻ ആയതുകൊണ്ട് പ്രൊഫഷൻ ഡോക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം. ഡോക്ടറായി. അതിനുശേഷം ഇപ്പോൾ പാഷൻ ഫോളോ ചെയ്ത് മ്യൂസിക്കായിട്ട് മുന്നോട്ട് പോവാണ്. അതെ അതെ അതെ. മാജിക് ഞാൻ 3ാം ക്ലാസ് മുതൽ മാജിക് തുടങ്ങിയതാണ്. സ്റ്റേജ് ഷോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. മാജിക്കിൽ 5 ലോക റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. 2010 എൻഡോസൾഫാനും തീവ്രവാദത്തിനുമെതിരെ കണ്ണ് കെട്ടി 3 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പെൺ മജീഷ്യനുള്ള 4 വേൾഡ് റെക്കോർഡാണ് കിട്ടിയത്. പിന്നെ ഒരെണ്ണം 1500-ലേറെ പ്രൊഫഷണൽ വേദികൾ മാജിക് ഷോ അവതരിപ്പിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ലേഡി മജീഷ്യൻ എന്നുള്ള രീതിയിൽ ഒരു റെക്കോർഡോടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മാജിക്കിൽ മൊത്തം 5 റെക്കോർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. ചെയ്യുന്നുണ്ട്. ചെയ്യാം. അപ്പോൾ ഞാനൊരു വാനിഷിംഗ് മാജിക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു കറുത്ത തൂവാലയാണ്. ഓക്കെ, നമുക്കറിയാം മജീഷ്യന്മാർ ഒരുപാട് വസ്തുക്കളെ അപ്രത്യക്ഷമാക്കാറുണ്ട്. ഇപ്പോൾ കാറുകൾ, ബൈക്കുകൾ, ജീപ്പുകൾ, അങ്ങനെ പല വസ്തുക്കൾ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കാണിക്കുന്നു. ഒരു ചുവന്ന തൂവാല അപ്രത്യക്ഷമാക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതൊരു കറുത്ത തൂവാലയാണ്. ശ്രദ്ധിക്കുക. ഞാൻ അതിൻ്റെ നടുവിലായിട്ട് എൻ്റെ കൈ കൊണ്ട് ഒരു ചെറിയ ഹോൾ ഇടുക. ഓക്കെ, ഇതൊരു ചുവന്ന തൂവാലയാണ്. ഈ ചുവന്ന തൂവാല ഈ തൂവാലയുടെ ഉള്ളിലേക്ക് കടത്തുകയാണ്. ഓക്കെ, ഇനിയാണ് മാജിക്. റെഡി, 1, 2 and 3. ആ ചുവന്ന തൂവാല അപ്രത്യക്ഷമായി കഴിഞ്ഞു. വാനിഷായ വസ്തുക്കളെ തിരികെ കൊണ്ടുവരാൻ വളരെ പ്രയാസമാണ്. എങ്കിലും ഞാനൊന്ന് നോക്കാം. വീണ്ടും അതുപോലെ തന്നെ നടുക്ക് ഞാനൊരു ചെറിയ ഹോൾ ഇടുകയാണ്. താങ്ക് യു. ഇനി അടുത്ത ഇതേപോലെ വേദികളിൽ പങ്കെടുക്കുന്നുണ്ടോ? ഞാൻ നാളെ തന്നെ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാനായിട്ട് പോവാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു 3 വർഷമായിട്ട് പാടുന്നുണ്ട്. ഇത് 4ാമത്തെ വർഷമാണ്. അപ്പോൾ അതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം എന്നുള്ളത്. സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. ബാൻഡുണ്ട്. എം നൊട്ടേഷൻ എന്നാണ് മ്യൂസിക്കൽ ബാൻഡിൻ്റെ ബാൻഡ്. അതെ, സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ ഉണ്ട്. നമ്മളൊരു 7 പേര് അടങ്ങുന്ന ടീമാണ് നമ്മുടെ ബാൻഡ്. അപ്പോൾ സ്റ്റേജ് ഷോസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാജിക് ഷോസും ചെയ്യുന്നുണ്ട്. എല്ലാം ഒരേപോലെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. തനിയാണ് 2.5 മണിക്കൂർ സ്റ്റേജ് ഷോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത്രയും വലിയ ഷോസ് ചെയ്യുന്നില്ല. ചെറിയ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പോൾ ചെയ്യുന്നു. അതെ, ഈ ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു 5 വർഷ സമയത്ത് എനിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും ഒന്നും വിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം കഴിഞ്ഞ് ഡോക്ടറായി കഴിഞ്ഞപ്പോഴേക്ക് തിരിച്ച് ഞാൻ എൻ്റെ പഴയ ഇഷ്ടത്തിലേക്ക് വന്നേക്കാണ്. ഉണ്ട്. മെഡിസിൻ കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ എങ്ങും വർക്ക് ചെയ്യാനൊന്നും കയറിയില്ല. അതിൻ്റെ കൂടെയാണ് മ്യൂസിക് തെറാപ്പി. ഞാൻ ആയുർവേദമാണ് പഠിച്ചത്. അതും മ്യൂസിക്കുമായിട്ട് കണക്ട് ചെയ്ത് കുറേ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ലക്ഷ്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നാളെ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ പോകുന്ന ഒരു കീർത്തനത്തിൻ്റെ കുറച്ച് പോർഷൻ ഒന്ന് പാടാം. സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ മധുരാപുരി സദന മൃദുവദന മധുസൂദന ഇഹ സ്വാഗതം കൃഷ്ണ ശരണാഗതം കൃഷ്ണ സ്വാഗതം കൃഷ്ണ കൃഷ്ണ ആ
അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് മാളവികയുടെ വിശേഷങ്ങളാണ്. ഈ കലോത്സവ വേദി എന്നും മാളവികയ്ക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ നൽകുന്ന ഒരു സ്ഥലമായിരിക്കും. അപ്പോൾ ഇനിയുള്ള മാളവികയുടെ ജീവിതത്തിലും അതേപോലെ ഈ സംഗീത വേദികളിലേക്ക് പോകുന്നതിനും എല്ലാം മാളവികയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ നേരുന്നു. ക്യാമറാമാൻ ശ്രീകുമാറിനോടൊപ്പം പാർവതി, കൊട്ടാരക്കര മീഡിയ.